തെരഞ്ഞെടുപ്പിനിടെ പാലക്കാട് പട്ടാമ്പിയിലെ വിദ്യാർത്ഥി സംഘർഷം KSU ബോധപൂർവ്വം ഉണ്ടാക്കിയതെന്ന് SFI. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അക്രമം നടത്തുമെന്നും SFIയുടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുമെന്നും KSU പ്രവർത്തകർ പറയുന്ന വീഡിയോ SFI പുറത്തുവിട്ടു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതിന്റെ തെളിവാണോ ഈ വീഡിയോ ഇപ്പോൾ SFI ഉയർത്തിക്കാട്ടുന്നത്? സുജയ, പട്ടാമ്പി നഗരത്തിൽ ഒരു മണിക്കൂറോളം ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം SFI UDSF പ്രവർത്തകർ തമ്മിൽ പട്ടാമ്പിയിൽ വെച്ച് ഏറ്റുമുട്ടുന്നത്. പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയായിരുന്നു ഈ സംഘർഷമുണ്ടായത്. 10 സീറ്റുകളിൽ 9 സീറ്റുകളിൽ UDSFും ഒരു സീറ്റിൽ മാത്രമാണ് ഇത്തവണ SFI വിജയിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ പ്രകടനം നടക്കുന്നതിനിടയിലാണ് SFI UDSF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇപ്പോൾ SFI പ്രധാനമായി ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ സംഘർഷം KSU പ്രവർത്തകർ ബോധപൂർവം ഉണ്ടാക്കിയത് ആണ് എന്നുള്ളതാണ്. ഈ സംഘർഷത്തിന് തലേ ദിവസം തന്നെ സ്കൂളിന്റെ SFIയുടെ ബാനറെല്ലാം ഇരിക്കുന്ന മേഖലയിലേക്ക് എത്തി KSU ഇത്തരത്തിലൊരു കൊലവിളി ഭീഷണി നടത്തിയിരുന്നു. പോലീസിനെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഭീഷണി ഉള്ള ഒരു വീഡിയോ ആണ് KSU പ്രവർത്തകർ തയ്യാറാക്കിയിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ഗൂഢാലോചന KSU പ്രവർത്തകർ നടത്തിയിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ SFI പ്രവർത്തകർ പുറത്തു വിടുകയും ചെയ്തത്. ഏതായാലും ആ സംഘർഷത്തിനെ ചൊല്ലി ഏതായാലും KSU പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ ആവശ്യം എന്ന് പറയുന്നത്. രണ്ട് വിഭാഗങ്ങളിലെയും പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ അത് KSU തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സംഘർഷമാണ്, മുൻകൂട്ടി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ സംഘർഷമാണ്. അതുകൊണ്ട് തന്നെ KSU പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം. മാത്രമല്ല ഈ വീഡിയോയിൽ ഉള്ളത് നേരത്തെ ഒറ്റപ്പാലം NSS കോളേജിലെ സംഘർഷ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. KSUവിന്റെ മണ്ഡല ഭാരവാഹിയായിട്ടുള്ള റൌഫാണ് എന്നുള്ളതാണ് SFIയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇതിലും ഇയാൾക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ SFI ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. സുജയ, ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.